ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടെ കർത്താവ് ഈശോ നമ്മളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനാണ്. വചനം യേശുവാണ്. അപ്പോൾ ഈ വചനം തിരുവചനം നമ്മുടെ ഹൃദയങ്ങൾക്ക് മാനസാന്തരവും നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടിത്തരുന്ന വലിയ ഒരു ഔഷധമായി മാറിയിരിക്കുകയാണ് വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷ. അപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഫാത്തിമ മാതാവിനെ കുറിച്ചാണ്. ഫാത്തിമ മാതാവിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണം 2017 മെയ് 13 ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് 100 വർഷങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ 100 വർഷങ്ങൾ ആഗോള കത്തോലിക്ക സഭ ഫാത്തിമ മാതാവിൻ്റെ ദർശനങ്ങളുടെ അനുഭവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഫാത്തിമ മാതാവിൻ്റെ ആത്മീയ ശാസ്ത്രം? എന്താണ് ദർശനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് വിചിന്തനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1917 മെയ് 13 ആരംഭിച്ച് തുടർന്ന് 6 മാസങ്ങൾ ഓരോ 13 തീയതികളിലും പരിശുദ്ധ അമ്മ ലൂസിയ, മരിയ, ഫ്രാൻചെസ്കോ എന്നീ കുഞ്ഞുങ്ങൾക്ക് പോർച്ചുഗലിലെ ലിസ്ബണിൽ അടുത്തുള്ള ഫാത്തിമ എന്ന ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു ഊർജവും ശക്തിയും നൽകി. എന്തായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? ഒന്നാം ലോക മഹായുധം കൊടുമ്പിരി കൊള്ളുകയാണ്. എങ്ങും ദാരിദ്ര്യം, അക്രമം, വഞ്ചന, അനീതി, പ്രാർത്ഥന കുറയുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു. അങ്ങനെ ലോകം മുഴുവൻ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയായിരുന്നു. പലരും പറഞ്ഞു, ഇതാ ലോകം അവസാനിക്കാൻ പോവുകയാണ്, നമ്മളെല്ലാവരും നശിക്കാൻ പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചത് കുഞ്ഞുങ്ങളെ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. അതുകൊണ്ടാണ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ഫാത്തിമ മാതാവിനെ കത്തോലിക്ക സഭ ജപമാല രാജ്ഞി എന്നാണ് വിളിക്കുന്നത്. ഫാത്തിമയിലെ ദർശനങ്ങളിലൂടെ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചത് ഓരോ കത്തോലിക്ക കുടുംബങ്ങളും ജപമാല ചൊല്ലണം, ജപമാലയുടെ ശക്തി തിരിച്ചറിയണം. ജപമാല ചൊല്ലുന്നവർക്കാണ് ജപമാലയുടെ ശക്തി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഫാത്തിമയിലെ മാതാവ് നമ്മെ പഠിപ്പിച്ചു തന്നത് ജപമാല കേന്ദ്രീകൃതമായ ക്രിസ്തുശാസ്ത്രമാണ്. ജപമാല കേന്ദ്രീകൃതമായ ക്രിസ്തുശാസ്ത്രം മാതാവ് എപ്പോഴും ചൂണ്ടിക്കാണിച്ചു തരുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാനാണ്. കാനായിലെ കല്യാണ വേളയിൽ പറഞ്ഞതുപോലെ അവൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചൊല്ലുവിൻ, അവൻ്റെ അടുത്തേക്ക് ചൊല്ലുവിൻ. അപ്പോൾ അവനിലൂടെ ലോകം മുഴുവൻ സമാധാനവും സന്തോഷവും യുദ്ധങ്ങളിൽ നിന്നുള്ള വിടുതലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലോകത്തിന് കൊടുക്കണം, കിട്ടും എന്നുള്ള ദൃഢമായ ബോധ്യമാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകുന്നത്. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിലും ജപമാല ചൊല്ലുന്ന വ്യക്തികളിലും യേശുവാണ് വളരുന്നത്. യേശുവിൻ്റെ ശക്തിയാണ് അവരിൽ വളരുന്നത്. അതുകൊണ്ടാണ് ഫാത്തിമ മാതാവ് പഠിപ്പിച്ചത്
അങ്ങനെ ജപമാല ചൊല്ലി ക്രിസ്തു കേന്ദ്രീകൃതമായ മാതാവിലൂടെ ക്രിസ്തുവിലേക്കുള്ള എന്നുള്ള ആപ്തവാക്യം ഈ ലോകത്ത് സാക്ഷാത്കരിക്കപ്പെടുവാൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുക. അപ്പം ക്രിസ്തുവിൻ്റെ ശക്തിയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ മക്കളെ കോട്ട കെട്ടി സംരക്ഷിക്കുമെന്നാണ് ഫാത്തിമയിലെ ദർശനങ്ങളിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ 100 വർഷങ്ങൾ ഫാത്തിമയിലെ ദൈവശാസ്ത്രത്തിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നത്, കത്തോലിക്ക സഭ വെളിപ്പെടുത്തുന്നത്, പരിശുദ്ധ മറിയം പുണ്യങ്ങളുടെ പ്രതീകമാണ്, പുണ്യങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അവളുടെ ജീവിതം ദൈവഹിതത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വമാണ്, ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയത്വമാണ്. അതുമാത്രമല്ല, ഫാത്തിമ മാതാവിലൂടെ നാം കാണുന്നത് ദൈവം അഭിലഷിക്കുന്ന എളിമയും വിശുദ്ധിയും വിശ്വാസവും ആർദ്രതയും കരുണയും, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിളനിലമാണ് പരിശുദ്ധ അമ്മയെന്ന്. അങ്ങനെയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഫാത്തിമ മാതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്, പരിശുദ്ധ അമ്മ ഒരു മാതൃ ആവിഷ്കാരത്തിൻ്റെ ശക്തമായ പ്രതീകമാണ്. ഫാത്തിമയിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയം ഒരു മാതൃ ആവിഷ്കാരത്തിൻ്റെ ശക്തമായ പ്രതീകമാണ്. കഴിഞ്ഞ 100 വർഷങ്ങൾ ആധുനിക സഭയെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ശരണത്തിലും ഊട്ടി ഉറപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ മാതാവിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ 1916 1916 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളാൽ ആകെ കഷ്ടപ്പെടുന്ന പോർച്ചുഗലിനെയാണ്. ദാരിദ്ര്യം, അസഹിഷ്ണുത, വെറുപ്പ്, ശാപങ്ങൾ, ഇതുമൂലം പാപത്തിൻ്റെ, ഇതുമൂലം വിശ്വാസരാഹിത്യത്തിൻ്റെ, ഇതുമൂലം പള്ളികളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ് ജനങ്ങളിങ്ങനെ അന്ധകാരത്തിൽ കഴിയുന്ന ഒരവസ്ഥ. അവിടെയാണ് ലിസ്ബണിൽ നിന്ന് 100-200 കിലോമീറ്റർ അകലെ ഫാത്തിമയിലെ കുഗ്രാമത്തിൽ 1916 അവിടെ ഒരു മേച്ചിൽപ്പുറത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ലൂസിയ, ജസീന്ത, ഫ്രാൻസെസ്കോ എന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു ചാറ്റൽ മഴ ഉണ്ടാകുകയാണ്. പെട്ടെന്ന് ഇടിവെട്ടുകയുണ്ടായി, മിന്നലും. ഇതാ മഴ പെയ്തപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാൻ ആ കുഞ്ഞുങ്ങളോടി ഒരു ഗുഹയിൽ ഒളിക്കുകയാണ്. ഇങ്ങനെ ഗുഹയിൽ നിൽക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഗുഹയുടെ മുൻഭാഗത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ശക്തമായ ഒരു പ്രകാശഗോളം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കുഞ്ഞുങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കുമ്പോൾ ആ പ്രകാശഗോളത്തിൽ നിന്ന് വലിയ നീണ്ട മേലങ്കി ധരിച്ച ഒരു യുവാവ് പുറത്തേക്ക് വരികയാണ്. ഈ യുവാവ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവം അയച്ചിരിക്കുന്ന കാവൽ ദൂതനാണ്, ഞാൻ സമാധാനത്തിൻ്റെ ദൂതനാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നാം ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് ആ കാവൽ ദൂതൻ ഈ കുഞ്ഞുങ്ങളോടൊപ്പം സാഷ്ടാംഗം വീണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ ദൈവമേ, അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരുടെ പേരിൽ മാപ്പ് ചോദിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങിൽ വിശ്വസിക്കാത്ത ഈ ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി, അങ്ങയെ ആശ്രയിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുട്ടികൾക്കുണ്ടായ ഒരു ആത്മാവിൻ്റെ അഭിഷേകം,
അവർക്ക് ഭയം തോന്നിയെങ്കിലും ആ മാലാഖയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരനുഭവിച്ച ആത്മീയ സന്തോഷം പിൽക്കാലത്ത് സിസ്റ്ററായി തീർന്ന സിസ്റ്റർ ലൂസിയ നമ്മളോട് പറയുന്നുണ്ട്. വീണ്ടും ഈ ദൂതൻ മറ്റൊരവസരത്തിൽ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു കയ്യിൽ കാസയും മറ്റേ കയ്യിൽ തിരുവോസ്തിയുമുണ്ട്. ഈ തിരുവോസ്തിയിൽ നിന്ന് രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കാവൽ ദൂതൻ, ഈ സമാധാന ദൂതൻ പറഞ്ഞു, ഞാൻ പോർച്ചുഗലിൻ്റെ കാവൽ മാലാഖയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ പ്രാവശ്യം അവർ ഇങ്ങനെയാണ് സാഷ്ടാംഗം വീണ് ദൈവത്തിൻ്റെ മുൻപിൽ വീണ് കിടന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. എത്രയും പരിശുദ്ധ ത്രിത്വമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഏറ്റവും താഴ്മയോടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ ദർശനങ്ങളുടെ ഒരുക്കമായിരുന്നു ഈ സംഭവങ്ങൾ. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഈ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതായിരുന്നു 1916 ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തിയത്. അതിനുശേഷമാണ് 1917 മെയ് 13 പതിവ് പോലെ കുഞ്ഞുങ്ങൾ ഫാത്തിമയിലുള്ള ആ ഒരു കുഗ്രാമത്തിൽ, ഒരു കുന്നിൻ മുകളിൽ അവർ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചാറ്റൽ മഴയും ആകാശത്ത് ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായപ്പോൾ ഇതാ മഴ പെയ്യാൻ പോകുന്നുവെന്ന് കണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവരുടെ തൊട്ട് മുൻപിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത വിധം സുന്ദരിയായ ഒരു സ്ത്രീ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. സിസ്റ്റർ ലൂസിയ പിന്നീട് പറയുകയാണ്, അവൾ സൂര്യപ്രഭ പോലെ പ്രകാശിതയായിരുന്നു. തല മറച്ചുകൊണ്ടുള്ള നീണ്ട അങ്കിയാണ് അവൾ ധരിച്ചിരുന്നത്. അവളുടെ കൈകളിൽ തൂവെള്ള ജപമാല അവളുടെ കയ്യിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. സൂര്യശോഭയുള്ള ഒരു സ്ത്രീ. അവൾ സംസാരിച്ചു തുടങ്ങി, മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു. തുടർച്ചയായി 6 മാസങ്ങൾ നിങ്ങൾ ഇവിടെ വരണം. 6 മാസങ്ങളിൽ എല്ലാ 13-ാം തീയതിയും ഞാൻ നിങ്ങൾക്ക് ദർശനം നൽകും. ഈ സമയത്ത് തന്നെ നിങ്ങൾ വരണം. അതുമാത്രമല്ല, നിരന്തരം കുടുംബങ്ങളിൽ ജപമാലകൾ ചൊല്ലണം. ഓരോരുത്തരും പറ്റുന്നത് പോലെ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക്, ഈ ലോകത്തിൻ്റെ തിന്മകൾക്ക്, ഈ ലോകത്തിൻ്റെ യുദ്ധങ്ങൾക്ക്, കലഹങ്ങൾക്ക് കെടുതി വരുത്തുവാൻ, അറുതി വരുത്തുവാൻ ജപമാല എന്ന ആയുധം ധരിക്കണമെന്ന് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാ മറിയം ആ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു. ദൈവമയക്കുന്ന സഹനങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുവാനും, അതുമാത്രമല്ല ആ സഹനങ്ങളിലൂടെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക്, അവരുടെ തിന്മകൾക്ക് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുവാൻ സന്നദ്ധരാകണമെന്ന് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ലോകത്തിന് സമാധാനം കൊടുക്കുവാനാണ്. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, ദൈവാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും ലോകത്തിന് സമാധാനം കിട്ടുവാനാണ്. ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയാണ്. തുടർന്ന് ഒക്ടോബർ വരെ എല്ലാ മാസവും 13-ാം തീയതി ഈ കുഞ്ഞുങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയും പല വിധത്തിലുള്ള ദർശനങ്ങളും
പലതരത്തിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഫ്രാൻസിസും ജസീന്തയും പിന്നീട് വേഗത്തിൽ മരിച്ച് സ്വർഗം പോയി. കാരണം ഇത് മുൻകൂട്ടി തന്നെ രണ്ടാം തവണ പ്രത്യക്ഷപ്പെട്ട കാവൽ ദൂതൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. കാരണം തിരുവോസ്തിയും കാസയുമായി പ്രത്യക്ഷപ്പെട്ട ദൂതൻ ആ കാസയിൽ നിന്ന് തിരുരക്തം മുക്കി കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ കുർബാന കൊടുത്തു. ജസീന്തയോടും ഫ്രാൻസിസ്കോയോടും പറഞ്ഞു, നിങ്ങൾ അധികം താമസിക്കാതെ തന്നെ സ്വർഗം പോകും. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും സിസ്റ്റർ ലൂസിയ പിന്നീട് മഠത്തിൽ ചേർന്ന് സിസ്റ്റർ ആകുകയും 2005 ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാതാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? ഇന്നും ലോകത്തിൽ ഒരുപാട് അസ്വസ്ഥതകളാണ്. ലോകം യുദ്ധങ്ങളുടെ വക്കിലാണ്. യുവജനങ്ങൾ ഇൻ്റർനെറ്റിനും കമ്പ്യൂട്ടറുകൾക്കും സിനിമകൾക്കും TV-കൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും വിശ്വാസരാഹിത്യവും ഇൻഡിഫറൻസും വർദ്ധിച്ചു വരികയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ മന്ത്രവാദങ്ങളിലും കൂടോത്രങ്ങളിലും ആശ്രയിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഫാത്തിമ മാതാവിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് രക്ഷ നൽകുകയാണ്. ഫാത്തിമ മാതാവിൻ്റെ സന്ദേശങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു നിന്നാൽ അവിടെ സഹനത്തിൻ്റെ, പല്ലുകടിയുടെ, വെറുപ്പിൻ്റെ നിത്യനരകാഗ്നിയിലേക്ക് നാം ചെന്ന് പതിക്കപ്പെടും. അമ്മ ത്രേസ്യയ്ക്കുണ്ടായ ആ ദർശനങ്ങൾ, അമ്മ ത്രേസ്യ ആത്മാവിൻ്റെ വിളിയിൽ ജീവിക്കുമ്പോൾ നാം നേരിടുന്ന വെല്ലുവിളികൾ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. അമ്മ ത്രേസ്യ പറഞ്ഞു, നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിങ്കിലേക്ക് അടുക്കുവിൻ. ഫാത്തിമയിലെ മാതാവും നമ്മെ പഠിപ്പിച്ചത് ആ നരകയാതനകളിൽ നിന്ന് ലോകത്തിന് രക്ഷ പ്രാപിക്കുവാൻ. ലോകമഹായുദ്ധം അവസാനിക്കും, എന്നാൽ വീണ്ടും ഇതാ മഹായുദ്ധങ്ങൾ വരാനിരിക്കുന്നു. ആയതിനാൽ വിവേകത്തോടെ, ജ്ഞാനത്തോടെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ മാതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ വിമല ഹൃദയത്തിനോടുള്ള ഭക്തി സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ലോകത്തെ മുഴുവൻ ചേർത്ത് നിർത്തി ആ ലോകത്തെ മുഴുവൻ ദൈവത്തിന് കാഴ്ചവെക്കുവാനാണ് ഫാത്തിമയിലെ മാതാവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കണം. അനുദിന ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന രോഗങ്ങൾ, അനുദിന ജീവിതത്തിലെ സാമ്പത്തിക പ്രയാസങ്ങൾ, ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, ദൈവമേ 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 എന്ന് വിളിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ സഹനങ്ങൾക്ക് അറുതി വരുന്നില്ല എന്ന് ചോദിക്കുന്നവർ, അവരോടൊക്കെ പരിശുദ്ധ അമ്മ പറയുകയാണ്, അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവയെല്ലാം പാപികളുടെ മാനസാന്തരത്തിനായി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുകയാണ്. ആ ഫാത്തിമ അനുഭവത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രം ഇന്നും ഈ ആധുനിക ലോകത്ത് കത്തോലിക്ക സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. ജനം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ജനത്തെ വീണ്ടും വിമല ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിശുദ്ധ മറിയമാണ് നമ്മുടെ മുൻപിലുള്ളത്. 4ാമത്തെ ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുകയുണ്ടായി, പ്രാർത്ഥനയുടെ പ്രാധാന്യം. നാം ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാം ഓരോരുത്തരും മധ്യസ്ഥം വഹിക്കണം. ദൈവത്താൽ വിളിക്കപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച
ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ഈ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് 4-ാമത്തെ ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുകയാണ്. 5-ാമത്തെ ദർശനത്തിൽ നിലവിലുള്ള സഹനങ്ങൾ, അതായത് 1-ാം ലോക മഹായുദ്ധത്തിലെ ഒരു കാലഘട്ടമാണ് അപ്പോൾ, അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുമെന്നും പോർച്ചുഗലിന് ഐശ്വര്യവും സമാധാനവും സാമ്പത്തിക ഉയർച്ചയുമെല്ലാം ഉണ്ടാകുമെന്നും ഫാത്തിമയിലെ മാതാവ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ എന്തുതരം ബന്ധനങ്ങളായാലും അന്ധകാരത്തിൽ നാം ജീവിച്ചിരുന്നാലും യേശുവിൽ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ അതിൽ നിന്നുള്ള വിടുതൽ അതൊരു വലിയ പ്രത്യാശയാണ്, അതൊരു വലിയ ശക്തിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഫാത്തിമയിലെ മാതാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ ദർശനത്തിൽ മാതാവ് ജപമാല രാജ്ഞിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഫാത്തിമയിലെ ദർശനങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് ജപമാല കേന്ദ്രീകൃതമായ ക്രിസ്തു ശാസ്ത്രമാണ്. ഓരോ ജപമാലകളിലൂടെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും ക്രിസ്തുവിൻ്റെ മരണത്തെയും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെയും ക്രിസ്തുവിൻ്റെ മഹിമയെയും ക്രിസ്തുവിലൂടെ ലോകത്തിന് ലഭിച്ച പ്രകാശത്തിൻ്റെ ചൈതന്യത്തെയും ധ്യാനിക്കുന്നതിലൂടെ ഈ ലോകത്തിന് വലിയ ഒരു സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ മേലങ്കി കൊണ്ട് പുതയപ്പെടുന്നത് പോലുള്ള, കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടുന്നത് പോലുള്ള ഒരു വലിയ സംരക്ഷണമാണ് ക്രിസ്തു വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശയും ശാപവും നിറഞ്ഞ ഭയാനക അന്തരീക്ഷമാണല്ലോ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ മനുഷ്യന് പ്രത്യാശയില്ല, പ്രതീക്ഷയില്ല. അവിടെ ശാപമാണ്, അവിടെ വെറുപ്പാണ്, അവിടെ കലഹങ്ങളാണ്. അതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത്, മനുഷ്യൻ മനുഷ്യനെതിരെ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഫാത്തിമ മാതാവ് സമാധാനത്തിൻ്റെ കൂടി രാജ്ഞിയാണ്. വെറുപ്പോ വിദ്വേഷമോ പകയോ യുദ്ധങ്ങളോ ഇവയൊന്നുമല്ല മനുഷ്യനെ നയിക്കേണ്ടത്. നേരെ മറിച്ച് ദൈവത്തിനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ്, ദൈവ സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ തനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിർഗളിക്കട്ടെ. പാവപ്പെട്ടവരിലേക്ക്, ദരിദ്രരിലേക്ക്, രോഗികളിലേക്ക്, അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ സന്ദേശം, ആ സുവിശേഷം ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കണമെന്ന് ഫാത്തിമ മാതാവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയുടെ നിമിഷമാണ്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ദർശനങ്ങളിലൂടെ, തൻ്റെ സന്ദേശങ്ങളിലൂടെ ലോകത്തിന് ഇതാ മാതാവ് വലിയ സന്ദേശം കൊടുക്കുന്നത്, ദൈവം നമ്മളെ കൈവെടിഞ്ഞിട്ടില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഒരു ചുവട് നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ ദൈവം 2 ചുവട് മാനവകുലത്തിൻ്റെ അടുത്തേക്ക് വെക്കുകയാണ്. അതുകൊണ്ടാണ് കാവൽ ദൂതനെ അയക്കുന്നത്, അതാണ് സമാധാന ദൂതനെ അയച്ചത്. അത് മാത്രമല്ല, അവസാനം തൻ്റെ അമ്മയെ തന്നെ ലോകത്തിൽ അയക്കുകയാണ്. എവിടെയെല്ലാം രക്ഷ ആവശ്യമായി വരുന്നുവോ അവിടങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും കണ്ണുനീരിലൂടെ, സുഗന്ധങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുന്ന എത്രയോ മക്കളുണ്ട്. കഴിഞ്ഞ ദിവസം മുരിങ്ങൂറിലെ അച്ഛന്മാരുടെ ധ്യാനത്തിൽ അവിടെ പോയി കൊച്ചുമാത്യു അച്ഛൻ്റെ ആരാധനയിൽ സംബന്ധിക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്ന് പാടി സ്തുതിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് 600ഓളം അച്ഛന്മാരും സിസ്റ്റേഴ്സും ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ജ്ഞാനത്തിന് വിശദീകരിക്കാനാവാത്ത വിധത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അനുഭവിക്കാൻ സാധിച്ചത് പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യവും അവളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ആ സുഗന്ധാഭിഷേകവുമാണ്. അതിനർത്ഥം
ഫാത്തിമയിലെ മാതാവിൻ്റെ ദർശനങ്ങൾ, പ്രത്യക്ഷപ്പെടലുകൾ എവിടെയെല്ലാം ശക്തമായി പ്രാർത്ഥിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം മാതാവിൻ്റെ സംരക്ഷണ വലയം നമുക്ക് ലഭിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ കത്തോലിക്ക സഭയുടെ ശക്തിയാണ്. കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയുടെ ഉപകരണമാണ്. തിന്മയ്ക്കെതിരെ പടപൊരുതുവാനുള്ള നമ്മുടെ ആയുധമാണ് പരിശുദ്ധ അമ്മ. വിഷമിക്കുന്നവർക്ക്, വേദനിക്കുന്നവർക്ക്, ദുഃഖിക്കുന്നവർക്ക് എൻ്റെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ സന്നിഹിതയാണ്. നമുക്ക് ആശ്വാസം നൽകുവാൻ, നമ്മളെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൻ്റെ തിരുക്കുമാരന് കാഴ്ച കൊടുക്കുവാൻ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിലെ ദർശനങ്ങളുടെ 100 വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് അനുഭവിക്കാം. ഫാത്തിമ മാതാവ് നമ്മുടെ കുടുംബങ്ങൾക്ക് ശക്തിയാകട്ടെ. അമ്മയിലൂടെ, അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളെ കാർന്നു തിന്നുന്ന എല്ലാ ബന്ധനങ്ങൾ, എല്ലാ രോഗങ്ങൾ, എല്ലാ അസ്വസ്ഥതകൾ ഫാത്തിമയിൽ ഇന്നും പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണ നടക്കുന്ന സമയത്ത് എത്രയോ രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു. അതേപോലെ ഈ വചനം കേൾക്കുമ്പോൾ, ഫാത്തിമ മാതാവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ വീടുകളിലുള്ള രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. കടബാധ്യതകളാൽ നട്ടം തിരിയുന്ന കുടുംബങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ മാധ്യസ്ഥതയാൽ അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയെ ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ശക്തിയും സാന്നിധ്യവും യേശുവിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ദിവ്യ ഔഷധവും മന്ത്രവുമായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഈ വചനം കേട്ട എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാവിധ സംരക്ഷണവും അമ്മയുടെ പ്രാർത്ഥനാ സഹായങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.